പ്രത്യേകമായി എപ്പോഴും നമ്മൾ പറയാറുള്ളത് അത് നമ്മുടെ ഒരു കൂറ്റുമ്മ നാട് എന്നുള്ളതാണ്. ജന്മനാട്ടിൽ നിന്നും ജീവിതായോധനത്തിന് വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നു. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ചൂടും വെയിലും തണുപ്പും മഞ്ഞും ഇതെല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പോറ്റുമ്മ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന UAE കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ്. UAE ഭരണാധികാരികളും അത് മനസ്സിലാക്കുന്നു. അവരും ഇന്ത്യക്കാരെ വളരെയേറെ സ്നേഹിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നാടിന്റെ ജന്മദിനം പോലെ തന്നെയാണ് UAEയുടെ ജന്മദിനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. KMCC ഈ ഗൾഫിലുള്ള എല്ലാ KMCC നേതാക്കളുമായി KMCCയുമായി എനിക്ക് വളരെയധികം അടുപ്പമുണ്ട്. ഇവിടെ നമ്മുടെ സമൂഹത്തിന്, അത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിനും മലയാളി സമൂഹത്തിനും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് ദുഃഖങ്ങളുണ്ടായാലും ആ ദുഃഖങ്ങൾ അകറ്റാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ആതുര ശുശ്രൂഷ രംഗത്ത് കൂടി മുന്നിട്ടിറങ്ങി അവശരെയും അശരരെയും നിരാലംബരെയും സഹായിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം KMCC ഒഴികെ ഈ ഗൾഫിൽ വേറൊരു സംഘടന ഇല്ല എന്ന് വളരെ ശക്തിയുക്തം പറയാം. ദുബായ് KMCC മറ്റൊരു ചൈത്രയാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് നാടിന്റെ നന്മക്ക് വേണ്ടി വലിയ മറ്റൊരു റവല്യൂഷൻ പിറക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. പറയാതിരിക്കുവാൻ നിർവാഹമില്ല. നമുക്കറിയാം, UAEയുടെ വളർച്ച ഇവിടുത്തെ സമുന്നതരായ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ നടന്നത്. ഇവിടെ വീഡിയോയിലും പ്രസംഗങ്ങളിലൊക്കെ എല്ലാവരുടെയും യൂസുഫ് സാഹിബിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും തങ്ങളുടെ ഒക്കെ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങളിൽ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ആ UAEയുടെ വളർച്ചയുടെ ഒപ്പം നടന്ന് ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യയുടെ മാതൃകാ സ്റ്റേറ്റാണ് കേരള സംസ്ഥാനം എന്നുള്ളത് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ തെളിയിക്കുന്നു.